നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ദുബായിൽ മലയാളി ദമ്പതികൾ അടക്കം 16 പേരുടെ മരണത്തിനിടയാക്കിയ തീപിടുത്തത്തിന്റെ ഞെട്ടലിലാണ് പ്രവാസികൾ. ദുബായിലെ ഡ്രീം ലൈനർ ട്രാവൽ ആൻഡ് ടൂറിസം സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന മലപ്പുറം വേങ്ങര കാലങ്ങാടൻ റിജേഷ് 38 വയസ്സ്, ദുബായ് ഹിസൈസിലെ ക്രസൻ സ്കൂൾ അധ്യാപികയായ ഭാര്യ കണ്ടമംഗലത്ത് ജഷി 32 വയസ്സ് എന്നിവരാണ് മരിച്ച മലയാളികൾ. അഗ്നിക്കിരയായത് ഇവരുടെ ജീവൻ മാത്രമല്ല, സ്വപ്നങ്ങൾ കൂടിയായിരുന്നു. ട്രാവൽസ് ജീവനക്കാരനായ റിജേഷും സ്കൂൾ അധ്യാപികയായ ജിഷിയും തങ്ങളുടെ കഠിനാധ്വാനം കൊണ്ട് ജീവിതം കെട്ടിപ്പടുക്കുന്നതിനിടെയാണ് ഈ ദുരന്തമുണ്ടായിരിക്കുന്നത്. ഏതൊരു പ്രവാസിയെയും പോലെ നാട്ടിൽ സ്വന്തമായൊരു വീട് എന്ന സ്വപ്നം മനസ്സിലിട്ട് നടക്കുകയായിരുന്നു ഇരുവരും. എന്നാൽ അത് യാഥാർത്ഥ്യമായപ്പോൾ അവരില്ല. നാട്ടിൽ പുതിയതായി നിർമ്മിച്ച വീടിന്റെ പാലുകാച്ചലിന് പോകാൻ തയ്യാറെടുക്കുന്നതിനിടയിലാണ് ഇരുവരെയും മരണം കവർന്നത്. വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അടുത്തിടെ ഇവർ നാട്ടിൽ പോയി വന്നിരുന്നു. 11 വർഷം മുൻപാണ് റിജേഷും ജിഷിയും വിവാഹിതരായത്. ഇവർക്ക് കുട്ടികളില്ല. പുതുതായി നിർമ്മിച്ച വീട്ടിലേക്ക് താമസം മാറുക എന്ന വലിയ സ്വപ്നം ബാക്കി വെച്ചാണ് ഇവർ യാത്രയാകുന്നത് എന്നത് ബന്ധുക്കളെയും നാട്ടുകാരെയും ഒക്കെ ഒരുപോലെ നൊമ്പരപ്പെടുത്തുകയാണ്. ദുബായിലെ ഏറ്റവും തിരക്കേറിയ മാർക്കറ്റായ നൈഫിലെ ഫ്രിഡ്ജ് മരാർ ഏരിയയിലെ ബിൽഡിംഗിലുണ്ടായ തീപിടുത്തത്തിൽ 4 ഇന്ത്യക്കാരടക്കം 16 പേരാണ് മരിച്ചത്. 2 പേർ തമിഴ്നാട് സ്വദേശികളാണ്. ശനിയാഴ്ച ഉച്ചയ്ക്ക് 12-ന് ശേഷമായിരുന്നു താഴത്തെ നിലയിൽ തലാൽ സൂപ്പർ മാർക്കറ്റ് അടക്കം ഒട്ടേറെ വ്യാപാര സ്ഥാപനങ്ങൾ സ്ഥിതി ചെയ്യുന്ന റെസിഡൻഷ്യൽ കെട്ടിടത്തിൽ അഗ്നിബാധയുണ്ടായത്. കെട്ടിടത്തിൽ നിന്ന് തീനാളങ്ങൾ ഉയരുന്നത് സമീപത്ത് താമസിക്കുന്നവർ കണ്ടിരുന്നുവെങ്കിലും ഇത്രയും വലിയ ദുരന്തമാണെന്ന് ആരും കരുതിയില്ല. ചെറിയ രീതിയിലുള്ള അഗ്നിബാധയായിരിക്കുമെന്നാണ് എല്ലാവരും കരുതിയത്. വലിയൊരു ശബ്ദമാണ് സംഭവ സ്ഥലത്ത് നിന്ന് ആദ്യം കേട്ടത് എന്നും തുടർന്ന് പരിസരത്തെല്ലാം പുക നിറയുകയായിരുന്നുവെന്നും ഇവിടുത്തെ കടകളിൽ ജോലി ചെയ്യുന്നവർ പറഞ്ഞു. തീപിടുത്തത്തിന്റെ വിവരങ്ങൾ പോലീസ് വൈകിയാണ് പുറത്തുവിട്ടത്. പിന്നീടാണ് അപകടത്തിന്റെ വ്യാപ്തി ഇത്രത്തോളം ഉണ്ടെന്ന് പലരും തിരിച്ചറിഞ്ഞത്. സംഭവം അറിഞ്ഞവർ തങ്ങളുടെ പ്രിയപ്പെട്ടവരാരെങ്കിലും ദുരന്തത്തിൽ പെട്ടിട്ടുണ്ടോ എന്നറിയാൻ പരിഭ്രാന്തിയോടെ പലരെയും ഫോണിൽ വിളിച്ചിരുന്നു. മലയാളികൾ ഉൾപ്പെടെ ഒട്ടേറെ ഇന്ത്യക്കാർ ദുരന്തത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നായിരുന്നു ആദ്യം പുറത്തു വന്ന വിവരം. പിന്നീട് സാമൂഹിക പ്രവർത്തകൻ നസീർ വാടാനപ്പള്ളി ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 16 ആണെന്നും ഇതിൽ മലയാളി ദമ്പതികൾ ഉൾപ്പെടെ 4 ഇന്ത്യക്കാരുണ്ടെന്നും വിവരം കൈമാറുകയായിരുന്നു. മലയാളികളടക്കം സാധാരണക്കാരായ പ്രവാസികൾ തിങ്ങിപ്പാർക്കുന്ന ഏരിയയാണ് ദുബായ് ദേറയിൽപ്പെടുന്ന ഫ്രിഡ്ജ് മുറാറും അൽറാസ് ഏരിയയും. നൈഫിലും മറ്റും വ്യാപാര സ്ഥാപനങ്ങൾ നടത്തുന്നവരും ഇവിടങ്ങളിൽ ജോലി ചെയ്യുന്നവരുമായ വലിയൊരു വിഭാഗം ഇവിടെ ബാച്ചിലർമാരുടെ ഫ്ളാറ്റുകളിലും കുടുംബങ്ങളായും താമസിക്കുന്നുണ്ട്. ഇവരെ കൂടാതെ ആഫ്രിക്കക്കാരുടെയും പാകിസ്ഥാൻ സ്വദേശികളുടെയും പ്രധാന താമസ കേന്ദ്രമാണിവിടം. ഡബിൾ ഡെക്കർ കട്ടിലുകളിലായി 6-ലേറെ പേർ ഒരു മുറിയിൽ താമസിക്കുന്നുണ്ട്. കെട്ടിട സുരക്ഷാ ആവശ്യകതകൾ പാലിക്കാത്തതാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ തെളിഞ്ഞിരിക്കുന്നത്. അപകട കാരണങ്ങളെക്കുറിച്ച് വിശദമായ റിപ്പോർട്ട് നൽകാൻ അധികൃതർ സമഗ്രമായ അന്വേഷണം നടത്തിവരികയാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.